ഹായ്, ഇത് ബൈജു ആണ്, സ്റ്റോക്ക് മാക്സ് അക്കാഡമി എന്ന. നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഷേപ്പ് ആൻഡ് ബി ഷേപ്പിനെ പറ്റിയാണ് നമ്മളിന്ന് ടോപ്പിക്ക്. ഷേപ്സ് ഓഫ് ദ പ്രൊഫൈലിൽ വരുന്ന പി ഷേപ്പ് ആൻഡ് ബി ഷേപ്പ്. ഒരു പ്രൊഫൈലിൻ്റെ ഷേപ്പ് അണ്ടർസ്റ്റാൻഡിങ് റൈറ്റ് വേയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അനാലിസിസിൻ്റെ അകത്ത് ഇന്ന് ബയറിൻ്റെ പ്രസൻസ് വന്നോ, അത് ഷോർട്ട് കവറിങ് ആണോ വന്നിരിക്കുന്നത്, ഇന്ന് സെല്ലറിൻ്റെ പ്രസൻസ് വന്നോ, അത് ലോങ് ലിക്വിഡിറ്റി ആണോ വന്നിരിക്കുന്നത്, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഷേപ്പ് ഓഫ് ദ പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ നമുക്കുണ്ടായിരിക്കുന്നത് ബി ഉണ്ട്, പി ഉണ്ട്, അതേപോലെ തന്നെ ഡി പ്രൊഫൈൽസ് ഉണ്ട്, ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ പ്രൊഫൈൽ ഉണ്ട്, ക്യാപിറ്റൽ ബി പ്രൊഫൈൽ ഉണ്ട്, സ്മോൾ ക്യൂ പ്രൊഫൈൽസ് ഉണ്ട്. മെയിൻലി നമ്മൾ നോക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പിയും ബിയും സ്മോൾ ലെറ്റർ ബി ഷേപ്സിനെ നമ്മൾ മെയിൻലി നോക്കാറുണ്ട്. അപ്പോൾ ഈ രണ്ട് പ്രൊഫൈൽസ് നമ്മൾ നോക്കുന്ന ടൈമിൽ പി പ്രൊഫൈല് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് ഷോർട്ട് കവറിംഗ് പ്രൊഫൈൽ എന്നാണ് അറിയപ്പെടുന്നത്. പി പ്രൊഫൈല് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് ഷോർട്ട് കവറിംഗ് പ്രൊഫൈൽ എന്നും, ബി പ്രൊഫൈല് അറിയപ്പെടുന്നത് ലോങ് ലിക്വിഡിറ്റി പ്രൊഫൈൽ എന്നും അറിയപ്പെടും. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്കൊരു ട്രെൻഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ബയർ സൈഡിലേക്കുള്ള സെല്ലർ സൈഡിലേക്കുള്ള ട്രെൻഡ് ഞാൻ ഒന്ന് എടുക്കുക. സെല്ലർ സൈഡിലേക്കുള്ള ട്രെൻഡ് മാർക്കറ്റിൽ ഒരു സെല്ലർ സൈഡിലേക്ക് ട്രെൻഡ് വരുന്ന ടൈമിൽ ഒരു ദിവസം പി പ്രൊഫൈൽ കാണുകയാണെങ്കിൽ ഈ പി പ്രൊഫൈൽ എന്താണെന്ന് കൂടെ ഒന്ന് പറയാം. അതിനുശേഷം ഇതിനുള്ള ഈ പറയുന്ന കാര്യം ഞാൻ കണ്ടിന്യൂ ചെയ്യാം. പി പ്രൊഫൈൽ വേറൊന്നുമല്ല, ഒരു ടെയിൽ ഉണ്ടാകുകയും അത് കഴിഞ്ഞ ശേഷം ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയും വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് കാൾഡ് പി പ്രൊഫൈൽ. ഓക്കെ, ഇത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പി ഒ സിക്ക് മേളിൽ ക്ലോസിങ് കിട്ടിയാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അന്നേ ദിവസം പി ഒ സിയുടെ മേളിൽ ക്ലോസിങ് കിട്ടിയാൽ നന്നായിരിക്കും. അതേപോലെ സ്ട്രോങ് ബയർ പ്രൊഫൈൽ ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഏത് പ്രൊഫൈലാണ്? സ്ട്രോങ് ബയർ പ്രൊഫൈലാണ് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇതാ. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നിങ്ങൾക്കൊരു ഷേപ്പ് ഓഫ് പ്രൊഫൈൽ കാണുകയാണ്, ഒരു പി പ്രൊഫൈൽ കാണുകയാണെങ്കിൽ, ഇവിടെ എക്സാമ്പിളായിട്ട് ഇവിടെ നമുക്ക് നോക്കാം. ഈ ഒരു രീതിയിൽ ഒരു പി പ്രൊഫൈൽ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ പി പ്രൊഫൈൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് എവിടെ വരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. ഒരു 7ഓളം കണ്ടീഷൻസ് പ്ലേസ് ഓഫ് ദ ഷേപ്പ് ഓഫ് ഏത് പ്ലേസിലാണ് ഷേപ്പ് വരുന്നതനുസരിച്ചിട്ട് മാറുന്നുണ്ട്. അതിലൊരു കണ്ടീഷൻസാണ് നമ്മൾ, അല്ലെങ്കിൽ ഐഡിയലായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്ന കാര്യം ഞാനിവിടെ പറയുന്നത്. ഇപ്പോൾ ഒരു പി ഷേപ്പ് വന്നു കരുതിക്കോളൂ. എവിടെ വരുന്നെന്ന് കരുതണം, ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഡൗൺ സൈഡിലേക്ക് ഇരിക്കുന്നത്, നമ്മളിവിടെ വരയ്ക്കുന്നത് നോക്കാം. ഈ ഡൗൺ സൈഡിലേക്ക് ഇരിക്കുന്നിടത്ത് ഒരു പി ഷേപ്പ് വന്നു വിചാരിക്കുക. ഇവിടെ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് അന്നേ ദിവസം ഷോർട്ട് കവറിങ് നടന്നു എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അന്നേ ദിവസം ഒരു ഷോർട്ട് കവറിങ് നടന്നു എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഒരു ട്രെൻഡ് ഡൗൺ സൈഡിൽ ഇരിക്കുന്ന പ്രൊഫൈലിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ചാനൽ വരച്ചോളൂ, ആ ചാനലിൽ ഇരിക്കുന്ന ട്രെൻഡിലിരിക്കുന്ന എന്താ പറയുക, ഒരു സിമ്പിളിൻ്റെ ട്രെൻഡിൽ ഒരു ദിവസം പി പ്രൊഫൈൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് ഒരു ഷോർട്ട് കവറിങ് നടന്നു എന്നാണ്. അല്ലാണ്ട് ഒരു ഫ്രഷ് ബയേഴ്സ് ഇവിടെ പി പ്രൊഫൈൽ കണ്ട ഉടൻ തന്നെ ഒരു ഫ്രഷ് ബയേഴ്സ് വന്നെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. പ്രത്യേകിച്ച് മിക്കവരുടെയും അല്ലെങ്കിൽ മിക്ക ബ്ലോഗിലെല്ലാം നിങ്ങൾ കാണുന്ന പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പി എന്ന് പറഞ്ഞാൽ ബയറിൻ്റെ പ്രൊഫൈലായിട്ടാണ് പറയുന്നത്. ബട്ട് അത് ബയറിൻ്റെ പ്രൊഫൈൽ ആകണം എന്നുണ്ടെങ്കിൽ സോർട്ട് ഓഫ് കണ്ടീഷൻസ് വേറെയും ഉണ്ട്. അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് ഇൻ ഡീപ്പായിട്ട് പോയാൽ മാത്രമേ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യും. സോ ഇവിടെ ഒരിക്കലും നമ്മൾ എന്താ മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡൗൺ ട്രെൻഡിൻ്റെ അകത്ത് ഒരു പി വന്നു കഴിഞ്ഞാൽ, ഒരു പി പ്രൊഫൈൽ വന്നു കഴിഞ്ഞാൽ ഇതൊരു ഷോർട്ട് കവറിങ് പ്രൊഫൈൽ എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക.
ഓക്കെ. സോ ഇങ്ങനെ വരുന്ന ഒരു ഷോർട്ടിനെ കവർ ചെയ്യുമ്പോഴും ഈ ഒരു ഷേപ്പ് വരുന്നത് കൊണ്ടാണ് ഇതിനെ ഷോർട്ട് കവറിങ് പ്രൊഫൈൽ എന്ന് കോമൺലി ഇതിനെ വിളിക്കുന്നത്. ഓക്കെ. സോ അതേപോലെ തന്നെ അടുത്തൊന്നും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനൊരു പി പ്രൊഫൈൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ, ഇങ്ങനൊരു പി പ്രൊഫൈൽ വന്നോളൂ, സോർട്ട് ഓഫ് കണ്ടീഷൻസ് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഏരിയ താഴെ എഗെയിൻ ഒരു ഡേ ക്ലോസിങ് വരുന്നത് വരയ്ക്കും, ഈ ഡേക്ക് താഴെ ഒരു ഡേ ക്ലോസിങ് വരുന്നത് വരയ്ക്കും ഈ ടെയിലായിരിക്കും നിങ്ങളുടെ ഏറ്റവും നല്ല സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യുക. ഈ ടെയിലായിരിക്കും നിങ്ങളുടെ ഏറ്റവും നല്ല സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യുക. സോ അങ്ങനെ വരുന്ന ടൈമിൽ നമുക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് എടുക്കാൻ പറ്റും, ഒരു ഷോർട്ട് കവറിങ് നടന്നു കഴിഞ്ഞാൽ ഫ്രഷ് ബയേഴ്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ഒരു ഏരിയ നമുക്ക് SL കീപ്പ് ചെയ്തിട്ട് ഒരു ലോങ് വ്യൂ നമുക്ക് ഇവിടുന്ന് എടുക്കാനായിട്ട് സാധിക്കും. ഒരു ലോങ് സൈഡിലേക്ക് ഒരു അടുത്ത അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ അടുത്ത് ഇൻബാലൻസ് ഏരിയസിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു എന്താ പറയുക ഒരു വ്യൂ പി പ്രൊഫൈൽസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. ബട്ട് കണ്ടീഷൻ എപ്പോഴും നോക്കുക, ഒരു ഡൗൺ ട്രെൻഡിൻ്റെ അകത്ത് ഒരു ലക്ഷണം മൊത്തം നല്ലൊരു പി വരണം. ആ പിക്ക് POC മുകളിൽ ക്ലോസിങ് ഉണ്ടായിരിക്കണം. നല്ലൊരു സ്ട്രോങ് ബൈങ് ടെയിലൂടെയാണ് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. ഇനി ഒരു മാർക്കറ്റ് ഇവിടെ ഓപ്ഷൻ നടക്കുന്ന ദിവസങ്ങളിൽ, അടുത്ത് എന്തായാലും അവിടെ ഒരു ഓപ്ഷൻസ് നടക്കും, ആ ഓപ്ഷൻ നടക്കുന്ന ദിവസങ്ങളിൽ ഈ പിയുടെ ടെയിലിൻ്റെ താഴെ ക്ലോസിങ് നമുക്ക് പോകാതിരിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ ആ ഏരിയ റിജക്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചെറുത് ബ്രേക്ക് ചെയ്യുന്നിരിക്കും, ഈ ഒരു ഏരിയ ഒന്ന് ബ്രേക്ക് ചെയ്തെന്നൊക്കെ ഇരിക്കും, ബട്ട് എന്ത് ചെയ്യില്ല, ക്ലോസിങ് വരില്ല. അങ്ങനെ ഒരു സിനാരിയോസ് കാണുകയാണെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ബയേഴ്സ് അല്ലെങ്കിൽ പുതിയ ബൈയിങ് ഇനിഷ്യേറ്റീവ് ഇവിടെ നടക്കുകയും ഈ ഷോർട്ട് ഇരിക്കുന്ന ട്രെൻഡ് മുഴുവനും കവർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് എന്നും, അല്ലെങ്കിൽ ഇൻബാലൻസ് ഏരിയാസ് മുകളിലിരിക്കുന്നതെല്ലാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുമെന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രോബിലിറ്റി അവിടെ എടുക്കാനായിട്ട് പറ്റും. 7ഓളം കണ്ടീഷൻസിൽ ഒരു കണ്ടീഷൻസ് മാത്രമില്ല. 7 കണ്ടീഷൻസും പറയണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 6-7 മണിക്കൂർ വേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് അപ്പോൾ പിയെ കുറിച്ച് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറുക. പി വന്നു കഴിഞ്ഞാൽ ബയർ വരും എന്നല്ല, പി വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ഇൻഡിക്കേഷൻ, ഇറ്റ്സ് കൈൻഡ് ഓഫ് ഇൻഡിക്കേഷൻ ഷോർട്ടിനെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിനോടനുബന്ധിച്ച് വരുന്ന കണ്ടീഷൻസ് കൂടെ എന്താ പറയുക, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയ്സിൽ ഇനി കണ്ടിന്യൂ ആയിട്ടുള്ളൊരു ബയറിനെ കാണുക, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ബയേഴ്സിന് വേണ്ടിയുള്ള സിനാരിയോസ് കാണുകയാണെങ്കിൽ മാത്രമേ ആ പിയിൽ ഷോർട്ട് ചെയ്ത ആൾക്കാർ പുതിയ ഫ്രഷ് ബൈയിങ് അവിടെ നടത്തുന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ. ഇതേപോലെ തന്നെ ഒരു ബി പ്രൊഫൈൽ നമ്മൾ നോക്കുക. ബി പ്രൊഫൈൽ നോക്കുമ്പോൾ ഇവിടെ ഒരു ബി പ്രൊഫൈലിൻ്റെ കേസ് സ്റ്റഡി നമുക്ക് നോക്കാം. ബി പ്രൊഫൈലിൻ്റെ കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഒരു സ്ട്രോങ് ബൈയിങ് ടെയില്, അത് കഴിഞ്ഞിട്ടൊരു ബാലൻസ് ഏരിയ, ഒരു വാല്യൂ ഏരിയ ഉണ്ടാവും, POC ഉണ്ടാവും, POCയുടെ താഴെ ക്ലോസിങ്, ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഒരു ലക്ഷണമൊത്ത രീതിയിലുള്ള ഒരു ബി പ്രൊഫൈൽ എന്ന് നമുക്ക് പറയാം. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇവൻ നല്ലൊരു ബി പ്രൊഫൈലാണ്, ഇദ്ദേഹം നല്ലൊരു ബി പ്രൊഫൈലാണ്, അതായത് സ്മോൾ ലെറ്റർ ബി പ്രൊഫൈലാണ്. ഓക്കെ. POCയുടെ താഴെ ക്ലോസിംഗ് ഉണ്ട്, സ്ട്രോങ് ബൈയിങ് ടെയിലാണ്. സോ ഇത്രയും കാര്യങ്ങൾ ഉള്ളപ്പോൾ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം ഇവിടെ സെല്ലറിൻ്റെ പ്രസൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഒരു ബയർ സൈഡിലേക്ക് ട്രെൻഡ് ഇരിക്കുന്ന മാർക്കറ്റിൽ സഡൻലി നമുക്കൊരു ബി പ്രൊഫൈൽ കാണുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പിയുടെ പറഞ്ഞ അതേ കണ്ടീഷൻസ് തന്നെയാണ് വരുന്നത്, കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ.
ഇവിടെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ലോങ് ഇവർ സ്ക്വയർ ഓഫ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ മനസ്സിലാക്കുക ട്രെൻഡ് ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് അണ്ടർസ്റ്റാൻഡിങ് എടുക്കുക. നെക്സ്റ്റ് ഈ ഒരു ബിക്ക് ഫോളോ അപ്പ്, ഇവിടെ ഒരു ബി നമ്മൾ കാണുന്നുണ്ട്, ഇവിടെ ഒരു ബിയെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് ബിക്ക് ഫോളോ അപ്പ് ഇതേപോലെ കിട്ടുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ട്രെൻഡ് ബയർ സൈഡിൽ നിന്ന് ട്രെൻഡ് മാർക്കറ്റ് ലീവ് ചെയ്തു എന്നുള്ള ഒരു മീനിങ് കൂടെ ഇത് തരുന്നുണ്ട്. കുറച്ച് ഫാക്ടേഴ്സ് വേറെ കാര്യങ്ങളുണ്ട് എന്നാൽ ഞാൻ പറയുകയാണ്, ഒരു കോമൺ ആയിട്ട് പറഞ്ഞു. സോ നമ്മളിവിടെ എന്താ അണ്ടർസ്റ്റാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സെല്ലിംഗ് പൊസിഷൻ, അതായത് ഓപ്ഷൻ സെല്ലിംഗ് പൊസിഷൻസ് എല്ലാം പി സൈഡിലേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ബി പ്രൊഫൈൽ കാണുകയാണെങ്കിൽ, ബി പ്രൊഫൈൽ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ നമ്മൾ ചാർട്ട് അനാലിസിസിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓപ്ഷൻ തിയറി നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ പി ഷോർട്ട് ചെയ്തിരിക്കുന്നത്, പി ഓപ്ഷൻ ഷോർട്ട് ചെയ്തിരിക്കുന്നത് കുറച്ച് കോഷ്യസ് ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ ലീവ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അത് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു 2 ദിവസം നമ്മൾ ഹോൾഡ് ചെയ്യാം, കുഴപ്പമില്ല, നമ്മൾ ഹെഡ്ജല്ലേ ചെയ്തിരിക്കുന്നത്, നമ്മൾ പ്രോഫിറ്റ് കുഴപ്പമില്ല, ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നില്ല. 1-2 ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിനെ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റാൻഡമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ദയവ് ഇത് മാർക്ക് കൊടുക്കുക. ബിക്കോസ് അതൊരു ട്രെൻഡ് ചേഞ്ച്, ഒരു സഡൻ ട്രെൻഡ് ചേഞ്ചസ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ന്യൂസ് ബേസ്ഡ് ആയിട്ട് ട്രെൻഡ് ചേഞ്ചസിനുള്ള ചാൻസസിനൊക്കെ ഈ പറയുന്ന പ്രൊഫൈൽ ഒരു ഇൻഡിക്കേഷനായിട്ട് നമുക്ക് തരും. ഇതൊരു സൂചന മാത്രമാണ്. ഒരിക്കലും ഈ ഒരു പ്രൊഫൈൽ കണ്ടുകൊണ്ട് നമുക്കിത് ബയർ ഇല്ലാണ്ടായി സെല്ലർ വന്നെന്നോ സെല്ലർ ഇല്ലാണ്ടായി ബയർ വന്നെന്നോ പറയാൻ പറ്റില്ല. ഇതൊരു സൂചനയാണ് നമുക്ക് തരുന്നത്, പല ഫാക്ടേഴ്സും ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സൂചന. ഇവിടെ സെല്ലർ വന്നിട്ടുണ്ടോ, ഷേപ്പ് ഞാൻ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റ് ഫാക്ടേഴ്സ് എടുത്ത് നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മുടെ ഈ ചെക്ക് ലിസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ഇതൊക്കെ ഇവിടെ വന്നുണ്ട്, അപ്പോൾ ഈ ഒരു ബി എന്ന് പറയുന്നത് സ്ട്രോങ് സെല്ലറാണ്. ഓക്കെ ഫൈൻ, ഇനി ഞാൻ പി സെല് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ലീവ് ചെയ്യാം, സി ബൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ലീവ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുക ഫ്യൂച്ചർ ബൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ലീവ് ചെയ്യാം എന്നുള്ള സൂചനയ്ക്കുള്ളതാണ് തരുന്നത്. മറ്റ് ഫാക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും ചെയ്യണം. അല്ലാണ്ട് ഒരു ട്രെൻഡ് കണ്ടു, ആ ട്രെൻഡ് അത് ബി പ്രൊഫൈൽ വന്നു, അതിനിടയ്ക്ക് എൻ്റെ എന്താ പറയുക എൻ്റെ പോർട്ട്ഫോളിയോ മുഴുവൻ ഞാൻ എൻ്റെ കളയുക എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു എന്താ പറയുക ഒരു ഡൗൺ ട്രെൻഡ് ഞാൻ കണ്ടു, ഇവിടെ ഒരു പി വന്നു, അതിനാൽ ഞാൻ ഇവിടുന്ന് ബൈ ചെയ്തു, ഇത് മണ്ടത്തരമാണ്. ഓക്കെ, ഇതെന്താണ് ഫാക്ടേഴ്സ് ചെക്ക് ചെയ്യാൻ തരുന്ന ഒരു സൂചന മാർക്കറ്റ്. അതിനനുസരിച്ചുള്ള ഫ്രഷ് ബയേഴ്സിനോ ഫ്രഷ് സെല്ലേഴ്സ് വരുന്നതിനുള്ള കണ്ടീഷൻസ് മാർക്കറ്റിലേക്ക് കാണുകയാണെങ്കിൽ അവിടെ നമുക്ക് ധൈര്യമായിട്ട് സെല്ലോ ബൈയോ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, എപ്പോഴും റിയാലിറ്റി ആയിട്ടുള്ള കണ്ടന്റ് നമ്മൾ നോക്കുക. ബി വന്നെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ പി വന്നെന്ന് പറഞ്ഞോ അവിടെ ബയറോ സെല്ലറോ വന്നു എന്നല്ല, അല്ലെങ്കിൽ ഫ്രഷ് ബയേഴ്സ് ഇനി മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പോകും, ഇനി ബയർ സൈഡിലേക്ക് പോകുമെന്നല്ല. എന്താ നമുക്ക് തരുന്നത്, ഒന്ന് ഒരു ഇൻഫർമേഷൻ നമുക്ക് തരുന്നത് ഷോർട്ട് കവർ ചെയ്തു എന്നുള്ള ഇൻഫർമേഷനും ലോങ് ലിക്വിഡിറ്റി കവർ ചെയ്തു എന്നുള്ള ഇൻഫർമേഷനും, 2 ഇത് കണ്ടിന്യൂ ആകോ ഇല്ലയോ എന്നുള്ള ഇൻഫർമേഷൻസ് നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഓക്കെ, അത് ഫാക്ടേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യുക, നമ്മുടെ കണ്ടീഷൻസ് ചെക്ക് ചെയ്യുക, എന്നിട്ട് മാത്രം ഇതിനുള്ള ട്രേഡ്സ് ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു.